ഗൈസ്, ഹലോ. എല്ലാവർക്കും നമ്മുടെ അടുത്ത മൈൻക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടർ ബേസിന് ആവശ്യമുള്ള കുറച്ച് റീസോഴ്സ് കളക്ട് ചെയ്തു. ഇന്ന് നമ്മൾ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ വേറെ കുറച്ച് മിഷൻസും കൂടെ. അപ്പോൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന നമ്മുടെ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ വെച്ച സ്ഥലം ഇതാണ്. നമ്മുടെ സ്റ്റാർട്ടർ ബേസിനുള്ള സ്ഥലം. നമുക്ക് ഇവിടെ കുറച്ചും കൂടെ ഒന്ന് ക്ലീനാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ ബേസിന്റെ പണി തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിന്റെ പണി തുടങ്ങാം.
ഗൈസ്, നമ്മൾ നമ്മുടെ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിപ്പോൾ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ രാത്രിയാണിത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു, അതും ഞാൻ അടച്ചിട്ടുണ്ട്. അടുത്ത രാത്രിയായി. നമുക്ക് വേഗം കിടന്നുറങ്ങിയിട്ട് രാവിലെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ ബേസ്. കുറച്ച് വെറൈറ്റി പിടിച്ചതാണ്. കുഴപ്പമില്ല. നമുക്കിനി ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വീറ്റ് ഫാമോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഫാമോ എന്തെങ്കിലും വെക്കാം. ഇതിപ്പോൾ ഞാൻ വേറെ ഒരു ഭാഗത്തേക്കുള്ള ഡോർ ഉണ്ടാക്കിയതാണ്. നമ്മുടെ മെയിൻ എൻട്രൻസ് ഇതാണ്. അതല്ലേ ഈ ഡോറിൽ കൂടെ നമ്മുടെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലെ മുറിയിലേക്ക് നമുക്ക് ഈ ഒരു വാതിലേക്ക് കൂടെ എത്താം. മുകളിലേക്ക് പോയാൽ നമുക്ക് നമ്മുടെ മേലത്തെ ഇവിടെ നമുക്ക് ബെഡൊക്കെ വെക്കാനുള്ളൊരു ബെഡ്റൂം പോലത്തെ ഒരു മുറിയാണിത്. നമ്മളിപ്പോൾ ഇങ്ങോട്ടൊന്നും കയറ്റി വെച്ചിട്ടില്ല. നമ്മുടെ റീസോഴ്സും ചെസ്റ്റും ക്രാഫ്റ്റ് ടേബിളൊക്കെ അവിടെയാണ്. നമുക്കതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇനി നമുക്ക് ലൈറ്റ് വെക്കണം. ലൈറ്റ് വെക്കാൻ നമുക്ക് ലാൻഡേൺ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, ടോർച്ച് വെക്കുന്നതിനേക്കാൾ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ റീസോഴ്സൊക്കെ നമുക്ക് അങ്ങോട്ട് വെക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊരു ബെഡ് വെക്കാം. പിന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അടുത്ത് വെക്കാം. ചെസ്റ്റ് നമുക്ക് താഴെ വെക്കാം. കാരണം നമുക്കിതൊരു സ്റ്റോർ റൂം പോലത്തെ ഒരു സെറ്റപ്പ് ആക്കാം. ഇവിടെ തൽക്കാലത്തേക്ക് നമുക്കൊരു ടോർച്ചും വെക്കണം. അല്ലെങ്കിൽ ഇരുട്ടായ പ്രശ്നമാണ്. നമുക്കെല്ലാം ഇവിടെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊണ്ട് പോവാം. ആ ചെസ്റ്റ് നിറഞ്ഞിട്ടുണ്ട്. നമുക്കെന്നാ വേറെ ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കി അതിൻ്റെ അടുത്ത് വെക്കാം. ഇതിനകത്ത് ഇനി ബാക്കി ഒരുപാട് സ്ഥലമുണ്ട്. നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇനി പിക്കാക്സും ഷവലും ഡേർട്ടും എടുത്തുകൊണ്ട് ടോർച്ചും എടുത്തുകൊണ്ട് നമുക്ക് പോകാം. ഫുഡും എടുക്കേണ്ടി വരും. 12 പൊട്ടേറ്റോ ഉണ്ട്, അതും എടുക്കാം. ഡോറ് വെച്ച് ശരിയായില്ലല്ലോ ഗൈസ്. ഓക്കെ, ഇപ്പോഴാണ് ഡോറ് ശരിയായത്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ മിഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി. ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കലായിരുന്നു ആ മിഷൻ. അപ്പോൾ അത് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ വെറും ഒരു സ്റ്റാർട്ടർ ബേസ് മാത്രമാണ്. അത് കഴിയുമ്പോൾ നമ്മളൊരു വേറെ വലിയ ബേസൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ അടുത്ത മിഷൻ അയണിൻ്റെ ടൂൾസ് മൊത്തം ഉണ്ടാക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അയൺ എടുക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. നമുക്ക് വേഗം പോയി അയണെല്ലാം കളക്ട് ചെയ്ത് അയണിൻ്റെ ടൂൾസ് ഉണ്ടാക്കാം. ആ അയണും വെച്ചിട്ടാണ് ലാൻഡേൺ സാധാ ഉണ്ടാക്കുന്നത്. നമ്മുടെ ആദ്യത്തെ അയൺ നമ്മൾ പൊട്ടിക്കുകയാണ്. ഇനി അയണെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ അറിയിക്കാം.
രാത്രി ആവാറായി. വേഗം തിരിച്ച് വീട്ടിൽ പോയി നമ്മുടെ അയണിൻ്റെ ടൂൾസൊക്കെ ഉണ്ടാക്കണം. പിന്നെ ലാൻഡേണും ഉണ്ടാക്കണം. അങ്ങനെ കുറേ പണിയുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് ലൈറ്റും വെക്കാം. കാരണം അല്ലെങ്കിൽ ഇരുട്ടത്ത് കാണാനൊരു രസമില്ല. വീട് കാണാൻ കുറച്ച് ഭംഗിയാണ്. നമുക്ക് ഫർണസ് ഉണ്ടാക്കണം. നമ്മൾ ഇതുവരെയും ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഭക്ഷണമൊക്കെ വില്ലേജിൽ നിന്ന് തന്നെ കിട്ടിയായിരുന്നു. നമ്മളൊരു ഫർണസിൽ 20 കോളും വെച്ച് നമ്മുടെ അയൺ വെച്ച് ആദ്യത്തെ അയണിങ് കട്ട് ഉണ്ടാക്കുവാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ അയണിങ് കട്ട്. കുറേ റെസിപ്പീസ് നമുക്കിപ്പോൾ അൺലോക്കായി. നമുക്ക് ടൂൾസ് ഉണ്ടാക്കണോ ലാൻഡേൺ ഉണ്ടാക്കണോ ഗൈസ്? ഇപ്പോൾ ലാൻഡേൺ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ആദ്യം ഇപ്പോൾ ലാൻഡേൺ ഉണ്ടാക്കാം. 4 ലാൻഡേൺ കിട്ടിയിട്ടുണ്ട്. 4 നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ തന്നെ വെക്കാം. വല്ലാത്ത ചാട്ടമായിരുന്നു. നമുക്ക് ഇവിടെ മാത്രം വെച്ചാൽ മതി. കാരണം ഇവിടെ വെച്ചാൽ കുറച്ച് വൃത്തികേടായിരിക്കും. സ്റ്റാർട്ടർ ബേസിൻ്റെ അകത്തുനിന്നുള്ള നൈറ്റ് സ്കിപ്പ് ചെയ്യാം. രാവിലെയായി. ഇനി നമുക്ക് മിഷൻ പൂർത്തിയാക്കാൻ നോക്കാം. അയണിൻ്റെ എല്ലാ ടൂൾസും നമുക്ക് കയ്യിൽ പിടിക്കാൻ വേണ്ടി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അതാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വേഗം എടുത്ത് ഉപയോഗിക്കാം. ഒരെണ്ണം വീട്ടിലും വെക്കാം. സ്റ്റിക്ക് തീർന്നു പോയി. ഗൈസ്, നമ്മളിപ്പോൾ അയണിൻ്റെ എല്ലാ വെപ്പൺസും ഉണ്ടായി കഴിഞ്ഞു. ഇനി നമുക്ക് അയണിൻ്റെ ആർമറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള റോ അയണും കൂടെ ഉണ്ട്. അപ്പം അതും കൂടെ ഉണ്ടായിക്കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വീറ്റ് ഫാം ഉണ്ടാക്കാം. അതെന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഉണ്ടാക്കണ്ട ഗൈസ്. കാരണം നമുക്ക് വീറ്റ് ഫാം ഉണ്ടാക്കുമ്പോൾ ഫുഡ് കുറച്ച് അധികം വേണം. അപ്പം നമുക്ക് കൂടുതലൊരു ഫാം ഉണ്ടാക്കണം. വലിയൊരു ഭാഗം ക്ലീൻ ആക്കിയെടുത്ത് അവിടെ നമുക്കുണ്ടാക്കാം. ആദ്യം ഞാൻ അയണിൻ്റെ ആർമറൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അടുത്ത മിഷനിലേക്ക് പോകാം. നമ്മുടെ അയൺ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിന് നമുക്ക് നമ്മുടെ ഫുഡ് ഫാമിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് വരാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവരുടെ അടുത്തുനിന്ന് മോഷ്ടിക്കാം. ഇവിടെ ക്യാരറ്റ് ഉണ്ട്, വീറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, പൊട്ടേറ്റോ ഉണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫാമും ആയിട്ടുണ്ട്. ഫുഡ് ഫാമിന് ആവശ്യമുള്ള കുറച്ച് ഭാഗം ക്ലീൻ ആക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഫാം ഉണ്ടാക്കാം. അതാണ് നമുക്ക് വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന ഇവിടെ ഫുഡ് ഫാം കാണാം. നമുക്ക് നമ്മുടെ അയൺ റെഡിയായെന്ന് പോയി നോക്കാം. 20 അയൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 24ആയി. നമുക്കൊരു ഹെൽമെറ്റും കൂടെ ഉണ്ടാക്കി നമ്മുടെ ആർമർ റെഡി ആയിട്ടുണ്ട്. നമുക്കതെല്ലാം എടുത്തിടാം. ഇതില്ല ഗൈസ്, നമ്മൾ അയൺമാൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫാമിലേക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കണം. അതിന് നമുക്ക് വെള്ളം ആദ്യം അൺലിമിറ്റഡ് ആക്കണം. അൺലിമിറ്റഡ് ആക്കാൻ ബക്കറ്റ് ആവശ്യമുണ്ട്. ആദ്യം വെള്ളം കോരാൻ 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ആദ്യം 2 ബക്കറ്റിലും വെള്ളം വേണം. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ നിന്ന് തന്നെ വെള്ളം എടുക്കാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അൺലിമിറ്റഡ് വാട്ടർ ഉണ്ടാക്കണം. തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാക്കാം.
അൺലിമിറ്റഡ് വാട്ടർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ നമുക്ക് ഇവിടെ ഒഴിക്കണം, ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ നമുക്ക് ഇവിടെ ഒഴിക്കണം. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്ന് എത്ര എടുത്താലും അവിടെ പിന്നെയും വെള്ളം വരും. വുഡ് വേണം, കാരണം ആ ഒരു വില്ലേജേഴ്സൊക്കെ കണ്ടില്ലേ, വുഡ് വെച്ചിട്ടാണ് അവരുടെ ഫാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്കും വുഡ് വെച്ചുണ്ടാക്കണം. രാവിലെയായി, നമുക്കിനി ഒരു ഔട്ട്ലൈൻ ഇടണം. അതൊരു പ്രശ്നമാണ് ഗൈസ്, ഔട്ട്ലൈൻ ഇടുന്നത്. ഇതിൻ്റെ അടിയിൽ മൊത്തം ഓട്ടയാണ്, പെട്ടെന്ന് അടിയിൽ പോയി അത് മൂടേണ്ട വരും. നമുക്ക് ഒരു ലെയർ താഴേക്കൂടെ മൂടണം, എന്നാലും നമ്മുടെ വെള്ളമൊക്കെ അവിടെ നിൽക്കുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ആ ലെയർ ഇട്ട് മൂടാം. നമ്മുടെ ഔട്ട്ലൈൻ ഇടുന്ന പരിപാടി നമുക്ക് തുടങ്ങാം. ഇവിടെ ആയിട്ട് നമുക്ക് ഒഴിക്കാം, കൃത്യ ഓർഡറില്ല, എന്നാലും നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ഒഴിക്കാം. നമ്മൾ ഈ ഒരു ലൈൻ മൊത്തം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിങ്ങനെ ചുമ്മാ നടന്നു പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ വീഴാതിരിക്കാൻ നമുക്ക് ഒരു സ്റ്റെപ്പ് വെക്കണം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്റ്റെപ്പ് എടുത്ത് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കും, അപ്പോൾ വെള്ളം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. കണ്ടില്ല ഗൈസ്? അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലേക്കൂടെ ഇങ്ങനെ നടക്കാം, നമ്മൾ ഈ വെള്ളത്തിലേക്ക് വീണു പോവില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൃഷിക്ക് പറ്റുന്ന പോലെ ആക്കാം. കോഴി വെച്ചിട്ട് നമുക്ക് മൊത്തം കിളച്ചിടണം. നമ്മുടെ കൃഷിസ്ഥലം റെഡിയായി. ഇനി നമുക്ക് അവിടെ വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്യാരറ്റ് നടാം. ക്യാരറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇത് മൊത്തം നിറയുന്ന പോലെ നമുക്ക് നടാം. ഓക്കെ, ഇത് കറക്റ്റ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു 30 എണ്ണം. അപ്പോൾ ക്യാരറ്റ് അവിടെ നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് വീറ്റ് നടാം ഗൈസ്. നമുക്ക് ഈ ഒരു ചെറിയൊരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ നടണം. ഇത്രയും ഭാഗമായിരിക്കും നമ്മുടെ വീറ്റ്, ഇത്രയും ഭാഗമായിരിക്കും നമ്മുടെ പൊട്ടറ്റോ, പിന്നെ അവിടെ മൊത്തം നമ്മുടെ ക്യാരറ്റും ഉണ്ടാവും. ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ ഒരു തൂണ് വെക്കാം, കാണാനൊരു മെനയുണ്ടാവും. നമ്മുടെ വീട് രാത്രി കാണാൻ ഇങ്ങനെയാണ് ഗൈസ്. കൊള്ളാം. സ്റ്റാർട്ടർ ബേസ് ആയതുകൊണ്ട് നമ്മൾ ഇത്രയും ചെറുതാക്കിയതാണ്. അപ്പോൾ
ഇന്ന് ചെയ്യാനുള്ള മിഷൻസ് എല്ലാം ചെയ്തു കഴിഞ്ഞ് അയണിൻ്റെ എല്ലാ വെപ്പൺസ് ഉണ്ടാക്കൽ, പിന്നെ നമ്മുടെ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കൽ, പിന്നെ ലാസ്റ്റ് മിഷൻ ആ ഒരു ഫുഡ് ഫാം ഉണ്ടാക്കലായിരുന്നു. അതും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ സമയമായി. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ.